വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കടുവ ഇറങ്ങിയിരിക്കുന്നു. തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കടുവ കൊന്നു. വനംവകുപ്പ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, കഴിഞ്ഞ ദിവസം ഗ്രാമ്പിയിൽ ഇറങ്ങിയിട്ടുള്ള കടുവ വനം കാട് കയറി പോയി എന്നുള്ളൊരു സംശയത്തിലേക്കൊക്കെ വനംവകുപ്പ് എത്തിയിരുന്നു. ഇപ്പോൾ ഈ കടുവയെ കണ്ടി അരണക്കല്ലിൽ മുൻപ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ള സ്ഥലമാണോ? വനംവകുപ്പിന്റെ ദൗത്യം, അവരുടെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്താണ്? അക്ഷയ, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിന് ഇറങ്ങിയ അതേ കടുവ തന്നെയാണ് ഇത് എന്നാണ് സംശയിക്കുന്നത്. കാരണം ഈ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ അർണക്കൽ ഭാഗത്തേക്ക് ഈ കടുവ പോയി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ കൂട് സ്ഥാപിച്ചിരുന്നു. ഇന്നിപ്പം രാവിലെയാണ് അവിടെ ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പശുവിനെ ഈ കടുവ ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ അവിടെ നായയും ആക്രമിച്ചിട്ടുണ്ട്. ഇന്നലെ വനംവകുപ്പ് പറഞ്ഞിരുന്നത് ഈ കടുവ കാട്ടിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ആ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് മടങ്ങിയെത്തി എന്നൊരു നിഗമനത്തിലേക്ക് വേണം എത്താൻ. കാരണം മുറിവേറ്റ കടുവയാണ്. കാട്ടിൽ ഇര തേടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സ്വാഭാവികമായും ജനവാസ മേഖലയിൽ ഇറങ്ങി വളരെ എളുപ്പത്തിൽ ഇര തേടാൻ കഴിയുന്ന പശുക്കളെയോ അല്ലെങ്കിൽ ഈ വളർത്തു മൃഗങ്ങളെയോ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നലെ തന്നെ വനംവകുപ്പ് പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. കാരണം കടുവയെ കണ്ടാൽ ഉടനെ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതനുസരിച്ച് രാവിലെ 7 മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കും. കാരണം രാവിലെ മഞ്ഞ് ഉള്ള സമയമാണ്. സ്വാഭാവികമായി മഞ്ഞ് മാറിയ ഉടൻ തന്നെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി കടുവയെ കണ്ടെത്തി മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. ജെയിൻ, ഇതൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണോ? മാത്രമല്ല ഈ കടുവയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ കാട് കയറി പോകാനുള്ള സാധ്യത കുറവാണെന്നൊക്കെയുള്ള ഒരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ തരത്തിൽ വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം ഒക്കെ എങ്ങനെയാണ്? ഇത് അടുത്തടുത്തുള്ള പ്രദേശമാണ്. ഇന്നലെ കണ്ട ഈ വെടിക്കുഴി ഭാഗത്തു നിന്ന് അധിക ദൂരത്തായിട്ടല്ല ഈ അർണക്കൽ എന്ന് പറയുന്നത്. ഇന്നലെ വനംവകുപ്പ് തീരുമാനിച്ചിരുന്നത് കില്ലാഷ്, അർണക്കൽ ഈ 2 പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു നിഗമനത്തിലാണ് വനംവകുപ്പ് എത്തിയിരുന്നത്. അതനുസരിച്ച് ഈ അർണക്കലിലും കില്ലാഷിലും കൂട് സ്ഥാപിച്ചിരുന്നു. ഇന്നലെ ഒരു സ്ഥലത്ത് കൂട് സ്ഥാപിച്ചു. ഇന്ന് മറ്റൊരു സ്ഥലത്ത് കൂട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ഇന്ന് രാവിലെ ആരംഭിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞിരുന്നത്. എന്തായാലും കടുവയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കയുണ്ട്. പക്ഷേ ഇന്നലെ കടുവ കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 കിലോമീറ്ററിലധികം കടുവ സഞ്ചരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തീരെ അവശനല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇര തേടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം ഈ കടുവയുടെ പിൻകാലുകളിലാണ് പരിക്കേറ്റിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇര തേടുന്നത് ഈ പിൻകാലിൽ നിന്നുകൊണ്ടാണ് ഈ ഇര തേടുന്നത്. അപ്പോൾ അതിന് കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഈ വളർത്തു മൃഗങ്ങളെ അടക്കം പെട്ടെന്ന് പിടിക്കാൻ കഴിയുന്ന ജീവികളെ ആക്രമിക്കുന്നത്. സ്വാഭാവികമായും കാട്ടിൽ പോയാലും അതിന് ഇര തേടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് എത്തും എന്ന് കരുതുന്നത്. ആ കടുവ തന്നെയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കടുവയെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്നുണ്ടാകും. കടുവയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കടുവയെ കണ്ടാൽ ഉടനെ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. ശരി, ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കണ്ട കടുവ തന്നെയാണ് അരണക്കല്ലിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ വളർത്തു മൃഗങ്ങളെ കൊന്നിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലാണ് വനംവകുപ്പുള്ളത്. അത് തന്നെയാണ് അവർ കുറെ പൂർണ്ണമായും തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം, വിവരം അത് തന്നെയാണ്. എന്തായാലും കടുവയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പിടികൂടാനുള്ള നീക്കം നടക്കുകയാണ്. കൂടുതൽ കൂടുകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥാപിച്ചിരുന്നു. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷേ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. പക്ഷേ ഇരപിടിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് ഈ കടുവ നേരിടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് വനംവകുപ്പിന്റെ പ്രാഥമിക ഘട്ടത്തിലെ നിരീക്ഷണങ്ങൾ.